Welcome back to my channel Homebook. I am Himഷ. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് പോട്ടുകളും സ്റ്റാൻഡും ഒക്കെയാണ്. അധികം റേറ്റൊന്നും ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ നല്ല ഭംഗിയുള്ള പോട്ടുകളാണ്. ഇൻഡോറിൽ വെക്കാനായിട്ട് നമുക്ക് ചെറിയ ചെടിയാണ്, ഏറ്റവും ചെറിയൊരു പ്ലാന്റ് ആണെങ്കിൽ കൂടി നല്ല ഭംഗിയുള്ള പോട്ടിൽ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക അട്രാക്ഷൻ ആയിരിക്കും. ഇത് കുറച്ച് പ്ലാസ്റ്റിക് പോട്ടുകളാണ്, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതാണ്. ഇത് ഇൻഡോറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 39 ആണ്. 39 രൂപയ്ക്ക് അന്ന് അവർ ഓഫറിൽ ഇട്ടതായിരുന്നു. ശരിക്കും ഇതിൻ്റെ റേറ്റ് അതിനേക്കാളും ഉണ്ട്. അപ്പോൾ ഒരു ഓഫർ പ്രൈസായിട്ടാണ് കിട്ടിയത്. ഇത് പിന്നെ ഇങ്ങനെ ചെടികൾ വെക്കാനായി മാത്രം യൂസ് ചെയ്യുന്നതല്ല, ഇത് എൻ്റെ ഒരു ഐഡിയക്ക് ഞാനങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. ഇത് നമുക്ക് ടേബിളിൽ ഫ്രൂട്ട്സൊക്കെ വെക്കാനോ അതുപോലെ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. സെറാമിക്, പ്ലാസ്റ്റിക് അതുപോലെ വുഡൻ പോട്ടുകൾ ഒത്തിരി ഇപ്പോൾ ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ അതിനെല്ലാം ഈ പ്ലാന്റ് പോട്ട് എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഒത്തിരി റേറ്റ് കൂടുതലായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള ഓരോ പാത്രങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലാന്റ് വെക്കാനായിട്ട് ഉപയോഗിക്കാം. പ്ലാന്റ് പോട്ട് എന്ന രീതിയിൽ വരുമ്പോഴാണ് ഇതിന് വില കൂടുതലായിട്ട് ഞാൻ കണ്ടത്. ഇതുപോലെയൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഓരോ പാത്രങ്ങൾ നമ്മുടെ സ്വന്തം ഡിസൈനിനനുസരിച്ച് മാറ്റിയെടുക്കുക. അതുപോലെ ഫുഡ് കണ്ടെയ്നറുകൾ, ചോക്ലേറ്റ് ബോക്സ്, അങ്ങനെ എന്തോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ കുറച്ച് പെയിൻ്റൊക്കെ ചെയ്ത് നമ്മുടെ ഒരു ഭാവനക്കനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള പ്ലാന്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നേരത്തെ ചെറിയ പോട്ടുകളിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ് ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. മണ്ണ് നിറച്ച് ഇതിലോട്ട് ചെടികൾ വെക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് വേറെ വേറെ ചെടികൾ മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. ഹാങ്ങിങ് പോട്ടായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഞാൻ ഹാങ് ചെയ്തിട്ടുള്ളത് ഇതൊരു പഴയ ബാഗിൻ്റെ ഒരു സ്ട്രാപ്പായിരുന്നു. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. മണി പ്ലാന്റ് അഥവാ പോത്തോസ് എന്ന് പറയുന്ന ഈ പ്ലാന്റാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തത്. ഈ പ്ലാന്റ് ഇൻഡോറിൽ വെക്കാനായിട്ട് ഈസിയായി വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ്. ആമസോൺ സൈറ്റിൽ നിന്നൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിരുന്നു. പോട്ടുകൾ വെക്കുന്ന സ്റ്റാൻഡ്, ഒരു അയൺ സ്റ്റാൻഡായിരുന്നു. 2070 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ്. ഒരു 6 പോട്ടുകൾ നമുക്കിതിൽ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പോട്ട് വെച്ച് നോക്കാം. ഇതിൽ വെച്ചിട്ടുള്ള ഈ 3 വൈറ്റ് പോട്ടുകളും അയൺ പോട്ടുകളാണ്. ഇത് സൗദിയിലെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇവിടെ ഇതിൻ്റെ പ്ലാസ്റ്റിക് മോഡലുകളൊക്കെ കണ്ടിട്ടുണ്ട്, അയണ്ടത് കണ്ടിട്ടില്ല. ഈ പിങ്ക് കളറിലുള്ള പോട്ട് നേരത്തെ കാണിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് പോട്ടാണ്.
റൈറ്റ് സൈഡിലിരിക്കുന്ന വൈറ്റ് പോട്ടുകൾ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. അത് ചോക്ലേറ്റ് ബോക്സുകളായിരുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനി ഇതിൽ വെച്ച പ്ലാന്റുകളെ പറ്റി പറയുകയാണെങ്കിൽ താഴെയുള്ള റോയിലിരിക്കുന്നതെല്ലാം മണി പ്ലാന്റുകളാണ്. മുകളിൽ റൈറ്റ് സൈഡിലുള്ളത് ചൈനീസ് എവർഗ്രീൻ അഗ്ലോണിമ എന്ന് പറയുന്ന പ്ലാന്റ്. അതിൻ്റെ 2 വെറൈറ്റികളാണ്. ഏറ്റവും ടോപ്പിലിരിക്കുന്നത് സിങ്കോണിയത്തിൻ്റെ പിങ്ക് കളർ. ഈ പ്ലാന്റുകളെല്ലാം തന്നെ നമുക്ക് ഔട്ട്ഡോറിലും ഇൻഡോറിലും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ചെടികളാണ്. സിങ്കോണിയവും അഗ്ലോണിമയും എല്ലാം സിറ്റൗട്ടിൽ വെക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ചെടികളാണ്. ഫൈക്കസ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണിത്. ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ് ഡിസ്റ്റിഡിയ. മഴ തട്ടാതെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഔട്ട്ഡോറിലും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാൻഡാണ്. അതുപോലെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള വേറെ സ്റ്റാൻഡുകൾ കൂടി കാണിക്കാം. ഇത് 5 പീസുകളുള്ള ഒരു സെറ്റായിരുന്നു. സ്ക്വയർ പീസുകളാണെല്ലാം. ഇത് വാളിൽ ഔട്ട്ഡോറിൽ വെച്ചിട്ടുള്ള മറ്റൊരു ഹാങ്ങിങ് സ്റ്റാൻഡ് കൂടി കാണിക്കാം. ഇതിൽ നമുക്ക് 4 പോട്ടുകൾ ഹാങ് ചെയ്തിടാൻ പറ്റുന്നതാണ്. അയൺ സ്റ്റാൻഡ് തന്നെയാണ് ഇതും. ഈ സ്റ്റാൻഡ് ഞാൻ ഡിസൈൻ പറഞ്ഞു കൊടുത്ത് പണിയിച്ചതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.